ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഐക്കിയ ഹോളായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞ് ഞാൻ നാട്ടിൽ പോവാണ്, സുമിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ആക്ച്വലി അത് സർപ്രൈസ് അല്ല, കാരണം അവൾക്ക് അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. കാരണം ഞാൻ അത് അവളെങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. അപ്പോൾ പക്ഷെ ഗിഫ്റ്റ് എന്താണെന്ന് അവൾക്കറിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഗിഫ്റ്റ് വാങ്ങിക്കണതും അത് കൊണ്ടുപോകണതും അവൾക്ക് കൊടുക്കണതും അവളുടെ റിയാക്ഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ബസ് കയറും, 10:45 ഓൾറെഡി റെഡിയായി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി വഴിയെ കാണിക്കാം. ഞാനൊരു ഹാമ്പറാണ് ചെയ്യണത്, ചെറിയൊരു കുട്ടി ഹാമ്പർ. അതിൽ കുറച്ച് ഒരു 3 സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് അവൾക്ക് വേണ്ടി വാങ്ങിയത്. അവൾക്ക് പിങ്ക് എന്ന് പറഞ്ഞ കളറ് ഭയങ്കര ഇഷ്ടമാണ്. എന്തും പിങ്ക് ആയാലും അവൾക്ക് ഇഷ്ടമാണ്, പിങ്കിൻ്റെ ആളാണ്. അപ്പോൾ ബെഡ്റൂം പിങ്ക്, എല്ലാം പിങ്കിൻ്റെ ആളാണ്. അപ്പോൾ അവൾക്ക് ഞാൻ പിങ്ക് കളറിലെ 3 സാധനങ്ങൾ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് അതിൻ്റെ ബാസ്ക്കറ്റ് കിട്ടിയില്ല. ഇന്ന് രാത്രി ഞാൻ ബസ് കയറുന്നതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ സാധാ ഒരു കൊട്ടയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് ഭംഗിയാക്കാമെന്ന് ഞാൻ വിചാരിക്കണം. സാധാ ഒരു എന്താ പറയുക, ഈ പൂജാ സ്റ്റോറിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ പൂ ഉണ്ടാവണ കൊട്ടയൊക്കെ, അതേപോലത്തെ ഒരു കൊട്ട വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിക്കാൻ വേണം. എന്നിട്ട് 10:45 രാത്രിയാണ് ബസ്. അപ്പോൾ സമയമുണ്ട്, എന്നാലും ഇപ്പോഴും ഇറങ്ങിയിട്ട് ഞാൻ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കണേ. ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണില്ല, ഞാൻ നാട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഹാമ്പർ പോലെയൊക്കെ ആക്കാനാണ് വിചാരിക്കണം. എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇപ്പം എല്ലാം പാക്ക് ചെയ്ത് പോയി, വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇടാം. ബിക്കോസ് ഇറ്റ്സ് സോ ക്യൂട്ട്. പിങ്ക് ഭയങ്കര ക്യൂട്ടാണ്, പക്ഷെ എൻ്റെ വീട് മൊത്തം പിങ്ക് ആവാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ അവൾക്ക് എല്ലാം പിങ്ക് ആയാലും അത്രയും സന്തോഷമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ നമ്മൾ കുറേ സംസാരിച്ചപ്പോൾ എനിക്കറിയില്ല എന്താ അറിയോ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളിങ്ങനെ ഓരോന്നൊക്കെ ഗസ് ചെയ്ത് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് തരണേന്നാണ് എനിക്ക് തോന്നണേന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാവി എന്താ അങ്ങനെ പറയണം, പ്രതീക്ഷിക്കുന്ന സാധനമാണെങ്കിൽ എനിക്ക് സന്തോഷമാവൂലേ. അപ്പോൾ പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുന്ന സാധനമാണോ. അപ്പോൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ ഡ്രസ്സ് ചെരുപ്പൊന്നും ആവാൻ വഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അപ്പോൾ ഡ്രസ്സും ചെരുപ്പായ, ആക്ച്വലി ഡ്രസ്സും ചെരുപ്പല്ല, പക്ഷെ ഞാനിങ്ങനെ അഭിനയിച്ചു. പക്ഷെ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് അവൾക്ക് അത് അപ്പോൾ ഡ്രസ്സ് എന്തോ ആണ് ഇത്താത്ത വാങ്ങിക്കണം, പിങ്ക് കളറാണ് എന്തായാലും, അത് അവൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ്. അപ്പോൾ ഡ്രസ്സാണെന്ന് വിചാരിച്ചോട്ടെ, കാരണം ഡ്രസ്സല്ല വാങ്ങിച്ചേക്കണത്, എന്താ സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊട്ട അന്വേഷിച്ച് ഇറങ്ങാം. കൊട്ട കിട്ടിയാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു കൊട്ട, അതായത് ആ സാധനങ്ങൾ കൊള്ളാൻ പറ്റിയ അളവിലുള്ള കൊട്ട വേണം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. കൊട്ട അവിടെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി. പിന്നെ ടൈമായപ്പോൾ ബസ് കയറി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അവിടെ എത്തിയത്. അന്ന് ഈവനിങ് തന്നെ ആലുവയിലുള്ള ബേക്കേഴ്സിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. ഇതാണ് നമ്മൾ ഹാമ്പറിനെ സെലക്ട് ചെയ്ത ബാസ്ക്കറ്റ്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ. ഇത് ഞാൻ പൊതിയാൻ വേണ്ടി നെറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ. അപ്പോൾ ഓരോ പേപ്പേഴ്സൊക്കെ നോക്കിയിരുന്നു. ഇതിൽ ഈ ഹാർട്ട് ഷേപ്പ് ഉള്ളതും ഈ ഡോട്ടുള്ളതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 സ്റ്റിക്ക് ചെയ്താലൊക്കെ എത്തുള്ളൂ. പിന്നെ നമ്മളവിടെ നെറ്റ് കണ്ട് ആദ്യം ബ്ലൂ നോക്കി, പിന്നെ പിങ്കിൽ നമ്മൾ ഉറപ്പിച്ച്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ ബലൂൺ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ കേക്ക് വെക്കാനായിട്ട് ഈ കേക്ക് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യുന്ന സാധനവും വാങ്ങിയിട്ടുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായി. പറഞ്ഞു എന്താ ഗിഫ്റ്റ് വേറെ ഒന്നും കേട്ടില്ലല്ലോ. പാലടച്ചോ, കേൾക്കരുത് കേട്ടാ. ഇന്നാണ് നമ്മൾ സുമിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഹാമ്പറിൻ്റെ സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ, അത് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇന്നലെ രാത്രി. അപ്പോൾ ഈ ഒരു വാളിലാണ് നമ്മൾ ഡെക്കറേഷൻ, ഈ ടേബിളും ഈ വാളും സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർക്ക് പിങ്ക് കളറാണ്. അപ്പോൾ ആ ഒരു തീം തന്നെയാണ് നമ്മൾ ചെയ്യണത്. പിങ്ക്, ഗ്രീൻ, പിന്നെ ഒരു ചെറിയ ഗോൾഡിൻ്റെ ഒരു ഇതുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അത് കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കൊടുക്കാൻ വെക്കാം. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അവളെ ഞാൻ റൂമിലാക്കി അടച്ചേക്കണേണ്, കാരണം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റി വെക്കാനായിട്ടത്. സുമി കാണാതെ ഗിഫ്റ്റൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു.
ഇതാണ് നമ്മൾ ഹാമ്പർ ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റ്. ഈ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഒരു ബഞ്ച് കൊടുക്കണത് അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഭംഗിയെന്നാണ്. ഉമ്മയാണ് എൻ്റെ ക്യാമറമാനായിട്ട് ഇരിക്കണത് പുറകിൽ. അപ്പം ഞാൻ ഉമ്മാനോടാണ് അഭിപ്രായം ചോദിക്കണത്. ഇങ്ങനെയല്ല നല്ലത്? അതോ ഈ കൊട്ട കണ്ടിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതാക്കണോ? അതെങ്ങനെ ഇരിക്കുന്നു കാണണോ? അല്ലേ, ഇത് രസമല്ലേ? നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ വെക്കാം. പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അല്ലേ? ഞാൻ വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിടാം. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് നോക്കിയപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പക്ഷേ ഇനിയും സ്റ്റോക്ക് വരുമായിരിക്കുമല്ലോ. മീഷോ എന്നാണ് എല്ലാം വാങ്ങിക്കണം. അണ്ടർ 1000 ആണ് ഗിഫ്റ്റിന് വന്നിട്ടുള്ളൂ. എല്ലാം കൂടെ കൂടിയിട്ടൊരു 1500 വന്നിട്ടുണ്ടാവുള്ളൂ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ക്യൂട്ട്. ഫസ്റ്റ് ഗിഫ്റ്റ് കീപ്പ് സേക്ക് അല്ല, എന്താണ് കീപ്പ് സേക്കിന് വെക്കാനുള്ള ബോക്സ്. അതിൻ്റെ പേര് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സ്. തുറന്ന് കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു ബുക്ക്. ഇതിന് തന്നെ വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ അവൾക്ക് പിങ്കാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ്. അതൊരു ചെറിയൊരു സംഭവമാണ്. അയ്യോടാ, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു വിൻറ്റേജ് പിങ്ക് പോലത്തെ സംഭവം ഒട്ടിക്കണം എന്നുണ്ടായി എനിക്ക്. ബട്ടർഫ്ലൈ ഉണ്ടല്ലേ, അവളുടെ ബട്ടർഫ്ലൈ ഉണ്ട്, അത് തന്നെ ഒട്ടിച്ചു കൊടുത്താലോ അറിയില്ല. ഇതാണ് നല്ല ക്യൂട്ടല്ലേ? ചെറിയ ചെറിയ ബ്രഷുകൾ. ആക്ച്വലി എനിക്ക് ഈ സംഭവമില്ലേ, അത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഗോൾഡൻ കളറാക്കിയാൽ, അതായത് ഒരു ആൻറ്റിക് ഗോൾഡ് അല്ലെങ്കിൽ ഒരു വെൽവെറ്റ് ഫിനിഷൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ലക്ഷറി ഫീൽ വന്നേനെ. പക്ഷേ ഞാൻ ചെയ്തില്ല. ആക്ച്വലി സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ പറ്റി മറന്നേ പോയി. തുറന്നപ്പോഴാണ് ഞാൻ ആലോചിക്കണം ഈ സംഭവത്തിനെ പറ്റി. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ക്യൂട്ട്. ഞാനതെന്തെങ്കിലും ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ അവളുടെ കയ്യിലുണ്ട്, ബട്ടർഫ്ലൈയുടെ പിങ്ക് കളറിൽ. അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം ഒട്ടിക്കുക അവളുടെ ഈ ബോക്സിൽ, കുറച്ച് ക്യൂട്ടാക്കും. ഈ ഒരു ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ പോണ. ബാക്കിയെല്ലാം എടുത്തൊക്കെ. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഓക്കെ, ഇത് രണ്ടും മാത്രം ഒട്ടിക്കാൻ തീരുമാനിച്ച് നമുക്കിത് രണ്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടിങ്ങനെ ഒട്ടിച്ച് കുറച്ച് ക്യൂട്ടാക്കാൻ. മേക്കപ്പ് ബ്രഷിൻ്റെ ബോക്സ്, അതായത് ട്രാവൽ ഫ്രണ്ട്ലി അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഇതൊക്കെ മാറ്റാം. ഇത് ഒരു മഗ്ഗാണ് കേട്ടോ. അവിടെ നിന്ന് വന്നപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വേണ്ട കിട്ടി. ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും ഇടാം. ഇവരുടെ തന്നെ വേറൊരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇറ്റ്സ് സോ ക്യൂട്ട്. അപ്പോൾ അവളുടെ ഒരു എന്താ പറയുക എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ബാസ്ക്കറ്റ്. ആദ്യം നമുക്ക് ബുക്ക് വെക്കാം. ബുക്കല്ല, ബോക്സാണ്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് വെക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ ഭംഗിയുണ്ടല്ലേ? അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് നമുക്ക് കുറച്ചൊരു ഇത് ബാക്കി ഇവിടെ മതി. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നും ഓക്കെ, ബാക്കി വന്നത് മുറിച്ചുകളയ. ഓക്കെ, ഇവിടെ കൂടുതലാണ്. സാരമില്ല, ഉമ്മ തന്നെ ഒരു കഷ്ണം വെട്ടിത്തരണം. ഒരു ഇത്ര കഷ്ണം മതി. കാരണം കാണാത്ത രീതിയിലല്ല വെക്കണം. നല്ല ടൈറ്റാക്കുക സെൻറ്റർ മാക്സിമം. എന്നിട്ട് ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കുക. ഫുഡാണ്
ഇത് ഭയങ്കര ക്യൂട്ടാണ്. വുഡൻറ്റ് യു ലവ് ടു ഗെറ്റ് എ ഗിഫ്റ്റ് ലൈക്ക് ദിസ്? ഐ വുഡ്. കാരണം ഗിഫ്റ്റ് എപ്പോഴും എക്സ്പെൻസീവ് ഒന്നും ആവണം എന്നില്ല. ചില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറ്റ് മേക്സ് എ സോ ഹാപ്പി. എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. സുമിക്ക് എന്തായാലും സന്തോഷമാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷം. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളങ്ങനെ ഗിഫ്റ്റൊന്നും കൊടുക്കാത്ത, സെലിബ്രേറ്റ് ഒന്നും ചെയ്യാത്തൊരു ഫാമിലി ആണ് പൊതുവേ. അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. 1 or 2 ഒക്കെ എപ്പോഴോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം തൊട്ട് ഞാൻ തീരുമാനിച്ചു ദാറ്റ് ഐ എം ഗോണ സെലിബ്രേറ്റ് എവറി ലിറ്റിൽ തിങ്സ്. കാരണം ഇറ്റ് മേക്സ് ദെം ഹാപ്പി, ഇറ്റ് മേക്സ് മീ ഹാപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പർ. മതി. കുറച്ചും കൂടെ ഇവിടെ ബർത്ത്ഡേകൾ കഴിച്ചില്ലേ? മതി 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 മതി. ആ ചെയറിൽ ഇവിടെ എനിക്ക് ഇങ്ങനെ സൈഡിൽ ത്രോ ആയിട്ട് ഇടാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു പില്ലോ കവർ, റഫിൾസുള്ള പിങ്ക് കളറിലെ പില്ലോ കവറാണ് ഇട്ടത്. കാരണം അത് ഭയങ്കരമായിട്ടൊരു ക്യാരക്ടർ, അതായത് 2 ഷെയ്ഡ് പിങ്ക് പിന്നെ വൈറ്റ്, പിന്നെ ആ ചെയറിൻ്റെ ഒരു നാച്ചുറൽ ആ ഒരു വുഡ് ടോൺ പോലത്തെ ആ കെയിനിൻ്റെ കളർ. എൻ്റെ അടുത്ത് ഇവിടെ ടേബിൾ ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. വൈറ്റ് ടേബിൾ ക്ലോത്ത് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടേക്കണ കേർട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സ്കാലപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. എന്താ ടേബിൾ ക്ലോത്ത് പോലെ തന്നെ ഇരിക്കുമല്ലോ. ഈ 2 ഷോൾ അടിയിൽ വിരിച്ചിട്ട് ഈ കേർട്ടൻ ഇടാന്നാണ് വിചാരിക്കുന്നത് ടേബിൾ ക്ലോത്തായിട്ട്. ടേബിൾ മാറ്റ് സെറ്റായി. ഇനി നമുക്ക് ടേബിളിൽ ഓരോ സാധനങ്ങളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കളർ തീം മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. പിങ്ക്, ഗ്രീന്, പിന്നെ ഒരു നാച്ചുറൽ എലമെൻസുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ടയിൽ ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്, ഇത് റിയൽ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. ഇവിടെ വോളിൽ വരുന്ന ഡെക്കറേഷൻസ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ. ആ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ അത് കാണാൻ പോകണുള്ളൂ നിങ്ങൾ. പക്ഷേ ബാക്കിയെല്ലാം നമ്മളുള്ള സാധനം. ഇതാണ് അടുത്ത സാധനം. ഇത് റിയൽ ഫ്ലവേഴ്സാണ്. ഇത് ഇന്നലെ നൈറ്റ് ഫാസ് സുമിക്ക് ബൊക്കെ ഫ്ലവർ കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലൊക്കെ വെച്ച് ഷുഗറൊക്കെ ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇന്നും ഫ്രഷ് ആയിട്ട് നിൽക്കുമല്ലോ. സെയിം കളർ തീം ആയതുകൊണ്ട് വി ഹാവ് ഫ്രഷ് ഫ്ലവേഴ്സ് ഓൾസോ. അതൊരു വലിയ ബൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഫ്ലവേഴ്സ് ഇതിലൊക്കെ ആയിട്ട് ഇതാക്കി. ബാക്കി ഒരു റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു, കുറച്ച് ബേബി ബ്രത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു കുഞ്ഞി ഇങ്ങനത്തെ ഒരു, ഇത് മറ്റേ ടർക്കിഷ് ടീ കപ്പില്ലേ അതിലാണ് ആക്കിയേക്കണത്. അപ്പോൾ അതും ഇവിടെ വെക്കണം. എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഒരു സെറ്റ് പോലെ വെക്കണം, നല്ലത്. കുറേ സാധനങ്ങൾ നിരത്തി വെക്കാതെ. ബാസ്ക്കറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത് വെക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് പിങ്ക് എലമെൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ആ ബൊക്കയിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പറാണ്, അപ്പോൾ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും റീയൂസ് ചെയ്യുന്നുണ്ട്. ആ ബൊക്കയിൽ കെട്ടിയിരുന്ന ജൂട്ടിൻ്റെ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പർ ഞാനിങ്ങനെ വിഷറി പോലെ, അതായത് ഹാഫാക്കി ഇങ്ങനെ ഫാൻ പോലെ മടക്കിയിട്ട് ഇങ്ങനെ ഹാഫാക്കി. അപ്പോൾ ഒരു ടെക്സ്ചർ വന്ന്. അപ്പോൾ ഞാനുള്ള സാധനം പിങ്ക് ആയിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഞാൻ അതും ഈ ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. ഈ ജൂട്ടിൻ്റെ പീസ് ഇവിടെ ഇങ്ങനെ വെറുതെ വെക്കുന്നുണ്ട്. കുറേ ടെക്സ്ചേഴ്സ് ഉണ്ടാവാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന രീതിയിൽ വെക്കാം, പുറത്തേക്ക് നിൽക്കണ്ട. ഇനി നമുക്ക് ഈ ചെറിയ വേസില്ലേ, ചെറിയ ഇത് ഇവിടെയും വെക്കാം. സുമിക്ക്
മഹർ കിട്ടിയാൽ ഒരു മുസല്ലയാണത്. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. എല്ലാ പിങ്കും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു ഇത് കൊടുക്കാം. ഇവിടെ വൈറ്റ് കുറേ സാധനങ്ങളല്ലേ, ഇവിടുത്തെ ഒരു സെറ്റ് ശരിയായി. അപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആ ബൊക്കേല കവറാണ് അഗെയിൻ. പിന്നെ നമ്മൾ അപ്പോൾ ഈ സംഭവം ഞാനിങ്ങനെ കോണാക്കി, ഈക്വലല്ല, കോൺ അൺഈവൻ ആക്കിയിട്ട് ഇതിവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ മുസല്ല ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പിങ്ക് ഉണ്ട്, വൈറ്റ് ഗോൾഡ് ആ ഒരു തീം പോകുന്നുണ്ട്. വേസ് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഫ്രണ്ടിൽ പോയി നോക്കണം, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവിടെ നിന്നല്ലേ. ഇനി സെൻറ്ററിലേക്ക് ഈ കേക്ക് സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ ഈ ഒരു പ്ലേസ് മാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നടുക്ക് വെച്ചിട്ട് ഈ കേക്ക് സ്റ്റാൻഡ് മുകളിൽ. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെ സിമ്പിളാണ്. നൈട്രജൻ ആണല്ലേ, ഹൈഡ്രജൻ നിറച്ച ബലൂൺസ്. ഇത് നമ്മൾ ഈ 2 ടേബിളിൽ ഈ അറ്റത്തും വെക്കാനാണ്. ഇത് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതിലൂടെ ശരിക്കാവില്ല, ഇവിടെ വെക്കട്ടെ. ഓക്കെ, ഇനി ഹാപ്പി ബർത്ത്ഡേന്ന് നമ്മൾ ഇവിടെ ബലൂൺ വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ. അപ്പോൾ നമുക്കത് വീർപ്പിക്കണം. ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ, ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണോ? ഓരോ പീസാണ് ഞാൻ ചോദിച്ചാൽ ഒറ്റയടിക്ക് തീരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വീർപ്പിച്ച് തുടങ്ങാം. ഈ പമ്പ് വെച്ചിട്ട് അയ്യോ ഓക്കെ. അയ്യോ, ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ട് ഇങ്ങനെ കയറ്റും. നമ്മുടെ അടുത്ത ഡെക്കറേഷൻ ഒരു പൂവും കൊണ്ടുള്ള ഗാർലൻഡാണ്. ഇതേപോലെ ഇങ്ങനെ ഫ്ലവർ ഇതാക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഫ്ലവറായി. ഇങ്ങനെ നമ്മൾ ഡാർക്ക് ഫ്ലവറുണ്ട്, ഈ ലൈറ്റ് ഫ്ലവറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടും. അപ്പോൾ ഗാർലൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോളിൽ നിന്ന് സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്യണം. എടുത്തോ? ഈ ബലൂൺസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഹാപ്പി BDAY എന്നാണ് ചെയ്യാൻ പോണത്. ഹാപ്പി ബർത്ത്ഡേ കാണുന്നു. ഇപ്പൊ തുടങ്ങിയത്. ഒരു വർഷം ബ്രേക്ക് കൊടുക്കും.
കുറച്ച് ഇങ്ങോട്ട് ചെറിയത് സുമിക്കൊടുത്ത് അത് സുമിയെന്നുള്ളൂ This one is my favorite. ശരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന സെഷനൊക്കെ അത് എക്സൈറ്റഡ് Husband gift. അറിയില്ലായിരുന്നു Pink. പിങ്കാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കണേട്ടാ Pink toy. കണ്ടുവച്ച സാധനം. ആണോ എത്തിച്ച് വായി കുറച്ചുകൂടി നീങ്ങിയവേ It's not a bad അത് ഹൗസിൽ കൊടുത്തു. കളർ കുറച്ച് വേറെ പോയി ആ sticker വാങ്ങിയതല്ലേ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ബുക്കാണ്? എന്താണ്? No, it isn't. I wish list നിങ്ങളെല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. കാണിച്ചാട്ട് മേക്കപ്പ് ബ്രഷ് പിങ്ക് അത് ബോക്സാണോ അത് ഞാനും ബുക്കാൻ കൊടുത്തു ഇതിന്റെ അകത്ത് ഹോളാണ് പൂച്ചക്കുട്ടിയാണ് പോലല്ലേ പൂച്ചക്കുട്ടിയാണ് പോലെ പേടിക്കും ഇതിനൊരു ഡാൻസ് Allah science.